ആരംഭിക്കാൻ കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അന്ന് 2003 നമ്മൾ മൂസാക്കാർ ഇറക്കി മാസ് കാണിച്ചപ്പോ ഇത് കണ്ട് കേന്ദ്ര അടിച്ച വടക്കോളികൾ ഇങ്ങനെ 2013 ഇറക്കിയ ഏറ് പടക്കം ഐറ്റമാണ് ദേണ്ട ഈ ബൈക്ക്. ഇത് റോട്ടിലൂടെ ഓടും, വെള്ളത്തിലൂടെ ഒഴുകും, വേണ്ടി വന്ന കയറ് കെട്ടി ആകാശത്ത് വെച്ച് അതിന്റെ മണ്ടേ കൂടെ വേണമല്ലോ ഓടും. ഭയങ്കരമായ ആള്. ഇതിലെ മാഷ്മരിക പെർഫോമൻസ് കൊണ്ടാണോ എന്നറിയില്ല, പടം ഇറങ്ങി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബൈക്ക് BMW തന്നെ നിർത്തലാക്കി. അത് നിങ്ങൾക്ക് ഈ സിനിമയിലെ കുറച്ച് സീനുകൾ കാണുമ്പോൾ മനസ്സിലാവും. പടം തുടങ്ങുമ്പോൾ റോട്ടിൽ ഇരുന്ന് തെണ്ടണ കിളവന്റെ ഗ്ലാസ്സിൽ ഒരു നോട്ട് വീഴുന്നതും കാണിച്ചുകൊണ്ടാണ്. മുകളിലോട്ട് നോക്കിയപ്പോൾ മഴയ്ക്ക് പകരം ഡോളർ വീഴും. ഇത് കൂടെ കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടെത്താൻ അമീർ ഖാൻ താഴേക്ക് ഓടിക്കൊണ്ട് വരണം. താഴെ എത്തിയപ്പോൾ പോലീസ് വരണാണ്ട് പേടിച്ച് തൂറി ഈ ടെമ്പോയ്ക്കകത്ത് കയറി വാതിലടക്കും. അവസാനം അതിനകത്ത് നിന്ന് ഒരു വെടിയും പൊട്ടിച്ച് അതിന്റെ പുകയിലൂടെ ബൈക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് കോത്തിന് തീ പിടിച്ച മാതിരി. എന്നിട്ട് 4 പോലീസിന്റെ കാർ ഒരുമിച്ച് വരുമ്പോ ഏതാ സ്വിച്ചിൽ പിടിച്ച് നക്കുമ്പോ 2 സെക്കൻഡിലേക്ക് ബൈക്കിന്റെ ഹാൻഡിൽ പെട്രോൾ ടാങ്കിനകത്തോട്ട് കയറി. അല്ല യവന്മാര് മണ്ടന്മാരാണ്. കൊണ്ടുവച്ചൊരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊതവും കുത്തി അവിടെ കിടന്നേനെ. അങ്ങനെ ഇത് കഴിയുമ്പോഴായിരുന്നു വടമെടുത്ത് അപ്പുറത്തെ ബിൽഡിംഗിൽ എറിഞ്ഞിട്ട് ഈ മുതുക്ക് സാധനത്തിന്റെ മണ്ട കയറി അപ്പുറത്തോട്ട് വെച്ച് പൊളക്കണത്. ചിരിയണ്ടാത്തോന്നും ഇതിനൊക്കെ വേണ്ടി വർഷങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ഒന്ന് കാണിക്കണേ എന്ന്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി തള്ളിയതിനു ശേഷം സ്ക്രീനിൽ മൊത്തം ഇരുട്ടാവും. വെളിച്ചം വരുമ്പോ ഏതാ ഗോഡൌണിൽ കടന്ന് തിരുവാതിര കളിയാണ്. ചന്ദ്രൻ ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിളി മാമനുദിച്ച പോലെ പായലും പൂപ്പലും ഒട്ടുമില്ല, വിള്ളലും ഇട്ടവും തീരെയില്ല. എന്നിട്ട് ആ കുച്ചുപൊടി കഴിഞ്ഞപ്പോ മറ്റേ ഓസിന് പോലീസായ കണ്ണാപ്പിയെ കാലേവാരി തൂക്കിലിട്ടേക്കണ കാണിക്കും. എന്നിട്ട് കുറെ നേരം യവന്റെ കോണാത്തിലെ കൊണാപ്പിക്കലിന് ശേഷം ഏതാ ആട്ട എടുത്ത് മതിലും തുറന്ന് അമിതാഭ് ബച്ചൻ വരും. കഴിഞ്ഞ തവണ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നു, ഇത്തവണ മതിലും തുറന്നു വന്നു. ഇനി അടുത്ത തവണ 6.5 കാലിന്റെ ഇടയിൽ കൂടെ വരുമോ എന്തോ. അല്ല ഈ പറയും തുളച്ചു വന്നിട്ട് ഈ ആട്ടോയ്ക്ക് ഒരു ഗുരുവും പറ്റിയില്ലേ. ഗ്ലാസ് ഒക്കെ തണ്ട വളാന്ന് തിളങ്ങിയിരിക്കണം. എന്നിട്ട് ഈ ആട്ടോയിൽ ഫ്രണ്ട് പൊക്കി 360 ഡിഗ്രി കറക്കി അവിടെ ഉള്ള എല്ലാണത്തിനെയും തെറിപ്പിച്ചിട്ട് ആ ഓട്ടോ എടുത്ത് വിമാനത്തിന്റെ എഞ്ചിൻ കടിപ്പിച്ച മാതിരി വീട്ടിന്റെ മണ്ടേ കൂടി പറപ്പിച്ച് ഷീറ്റിന്റെ മണ്ടേ കൂടി ഓടിച്ചോണ്ടൊരു പോക്കുണ്ട്. ഇത് കണ്ട് ആരും സംശയിക്കരുത്, അവിടുത്തെ വീടുകളിലെ ഷീറ്റിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോയും കട്ടിങ് സ്ട്രെങ്ത് ഉള്ള സാധനം. ഓട്ടോ എന്നല്ല, ചിലപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റ് വരെ എണ്ണ തീർന്ന പാർക്ക് ചെയ്യുന്നത് ഈ ഷീറ്റിന്റെ മണ്ടയ്ക്കായിരിക്കും. നമ്മൾ ഇത് കണ്ട് കളിയാക്കുന്നതിന് പകരം മാക്സിമം ഇതങ്ങ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് കുറെ തീട്ടാഭ്യാസങ്ങൾ കാണിച്ചതിന് ശേഷം ഓട്ടോ പൊളിയും. അപ്പോഴേക്ക് യവന്റെ പഴയ ഉരുട്ട് വണ്ടി എടുത്തോട്ട് താഴെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കുറെ വാണത്തരങ്ങൾ കാണിക്കും. എന്നിട്ട് ഗ്രാവിറ്റി എടുത്ത് പോയി വായിലിട്ടോളാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു സീനങ്ങ് അവരാധിച്ച് വിൽക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞ് നേരെ അമേരിക്കയിലോട്ട് പോകും. ഇത് ഏത് ഉത്സവപ്പറമ്പെന്ന് വാങ്ങിച്ചേടാ. അമേരിക്കൻ പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, കേസ് തെളിയിക്കാൻ ഇന്ത്യൻ പോലീസിനെ തന്നെ വേണമെന്നുണ്ടായിരിക്കും ഓസിന് എസ് അതിനെ തൂക്കി അമേരിക്കയിലോട്ട് പോയത്. എന്നിട്ട് ഇത് കഴിയുമ്പോൾ കത്രീനെ ചേച്ചി ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇതിന്റെ മണ്ടയിലോട്ട് ഓടിക്കാറണം. സൈക്കിളിൽ ഇറക്കി വരണ പോലെയാണ് ഈ സ്റ്റെപ്പ് കയറി പോണത്. എന്നിട്ട് നേരെ ചെന്ന് ആമിർ ഖാന്റെ മുമ്പിൽ ചെന്ന് നിക്കറിട്ട് ഡാൻസ് കളിക്കും. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. ഓ കൊഴുക്കട്ടെ നോക്കി വെള്ളം ഇറക്കി ഇരിക്കുകയാണ് കള്ളക്കാമ തവള. ഇത് കഴിഞ്ഞ് യവൻ ചെന്ന് കള്ളന്റെ ലക്ഷണം എല്ലാം പറഞ്ഞു കൊടുത്ത് യവന്മാരെ മൂപ്പിക്കും. യവന്മാരാണെ കള്ളനെ പൊക്കാൻ വേണ്ടി വീണ്ടും ഒരു മോഷണം നടത്താൻ ഒരു ചാൻസ് ഒരുക്കി കൊടുക്കും. തവണ അവൻ വലിപ്പിച്ചിട്ടു. ആദ്യം യവ ഓടി ഏതാ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറും. എന്നിട്ട് കയ്യിലിരുന്ന മാർക്കർ പെന്നിൽ ഞെക്കുമ്പോൾ ഒരു കയറ് വന്ന് പൊക്കിയെടുത്ത് താഴെ. എന്നിട്ട് കുറെ ഓടി കഴിയുമ്പോൾ മുമ്പിലും പിമ്പിലും യവന്മാരെ വന്ന് വട്ടം വയ്ക്കും. നീ അവിടെ നിർത്തേണ്ട കാര്യം എന്തരും, നേരത്തെ കാണിച്ച പോലെ ഓടുന്ന കുതിരയുടെ ഓടുന്ന ബൈക്കിന്റെ മണ്ടയ്ക്ക് കയറി സ്വിച്ച് ഞെക്കുമ്പോൾ ബൈക്കിന്റെ ഹാൻഡിൽ മടങ്ങി വരൂലേ, അതുപോലെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഓ ഇത്തവണ അതിന് പറ്റില്ലല്ലേ, കാരണം പോലീസുകാർ പുറത്തിറങ്ങി തോക്കും പിടിച്ചോണ്ട് നിപ്പുണ്ട്. ഇനി എങ്ങാനും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെടിയുണ്ട കോത്തി കയറും. അങ്ങനെ അവൻ നിൽക്കണ പാലം ടിപ്പറിന്റെ ഡിക്കി പൊങ്ങണ മാതിരി പോകും. പുറകെ യവനും ഞെരങ്ങി താഴോട്ട് വരും. പക്ഷെ സൽമാൻ ഖാൻ മോൻ ഒന്നും നോക്കിയില്ല, ആ വണ്ടിയുടെ ക്ലച്ചും ടയറും ഒരുമിച്ച് കരിച്ച് നാറ്റിച്ച് പുകയം പറത്തി ഇതിന്റെ മണ്ടയ്ക്ക് സമ്മർ സാൾട്ട് അടിച്ച് വീണ്ടും ഒരു വട്ടം പിടിച്ച് ഞെക്കുമ്പോൾ ടയറിൽ ഓടിയ വണ്ടി പെട്ടെന്ന് സ്പീഡ് ബോട്ട് ആവും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദിസ് ഈസ് ചാപ്ട്രി വുഡ്. ഇത് പണ്ട് പവർ റേഞ്ചേഴ്സ്, ഗ്രാൻഡ് സൈസേഴ്സ്, ജസ്റ്റിറൈസേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് എന്ന വെബ് സീരീസിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഒരു നൊസ്റ്റു തന്നതിൽ. എന്നിട്ട് കയ്യിൽ കൺസ്ട്രക്ഷൻ പണിക്കാരുടെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് BMW പറയും പൊക്കി വന്ന യവ ഒരു ബോട്ട് എടുത്ത് സ്റ്റാർട്ട് ആക്കുമ്പോൾ വീട്ടിൽ ദാരിദ്ര്യം കാര്യം അടിക്കോണാൻ മാത്രം ഇട്ട് ജീവിക്കുന്ന 2 പെണ്ണുങ്ങളെ കാണും. കണ്ടതും വീണ്ടും യവൻ എത്ര കിട്ടിയാലും പഠിക്കൂലേ. പെണ്ണിന്റെ മണം അടിച്ച അപ്പോഴേ പറയന്റെ പിടികയ്ക്ക് ഇക്കിളി വെട്ടും. അങ്ങനെ പോലീസുകാർ ഹെലികോപ്റ്ററിൽ വന്നപ്പോൾ യവ ഓടിച്ച ബൈക്ക് വെള്ളത്തിന്റെ അടിയിലൂടെ മുക്കിളിയിട്ട് അപ്പുറത്തൂടെ പൊങ്ങി വെള്ളത്തിന്റെ മണ്ടയിൽ കൂടി പറന്ന് പോലീസുകാരെ യവന്മാരെല്ലാ എണ്ണത്തിനെയും വായി കൊടുത്തിട്ട് എസ്കേപ്പ് ആവും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് യവന് പെടലിക്ക് വെടിയുള്ളും, എന്നിട്ടും പിടിയെടുക്കൂല. അപ്പൊ യവൻ വിചാരിക്കും അവന്റെ സർക്കസ് കയറി തൂക്കാമെന്ന്. അവിടെ ചെന്ന് കയറുമ്പോൾ ആമിർ ഖാൻ വടയം കാണിച്ച് ഡാൻസ് കളിക്കുന്നു. ലാസ്റ്റ് വെടികൊണ്ട പാട് വെച്ച് യവനെ തൂക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യവന്റെ പുറത്ത് ഇങ്ങനെ ഒരു പാടേ ഇല്ലെന്ന് യവന്മാർ അറിയണത്. പിന്നെ അവിടെ കിടന്ന് കുറെ തൂറി മെഴുകും. എന്നിട്ട് ഈ പോലീസുകാരെല്ലാം കൂടി യവനെ പൊക്കിയെടുത്തോണ്ട് പോകും.
എന്തിനാണ് ഇവന്മാർ ഈ പണി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരെ തന്തപ്പടി പണ്ടൊരു ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ ബാങ്കുകാർ ഒന്ന് ജപ്തി നോട്ടീസ് കൊടുക്കും. വേറെ നിവൃത്തിയില്ലാതെ ജാക്കി എണ്ണം കയ്യിലിരുന്ന തോക്കെടുത്ത ഒരൊറ്റ വേടി. ഇതിന്റെ വാശിക്കാണ് യവന്മാരി അറാമ്പറപ്പെല്ലാം കൂടി കാണിച്ചു കൂട്ടണത്. ഓൾറെഡി നഷ്ടത്തിൽ ഓടിയ ബാങ്കിനെ കള്ളനെ പിടിക്കാനെന്ന വ്യാജേനെ വീണ്ടും മോട്ടിക്കാൻ അവസരം കൊടുത്ത് ഡബിൾ നഷ്ടത്തിലാക്കുന്ന ഈ രണ്ട് അന്തേരി വാണങ്ങളെയും അവിടെ നിന്നും കയ്യിലുള്ള തോക്കും പിടിച്ച് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടും. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഇനി വല്ല റെയിൽവേ സ്റ്റേഷനിലും പോയി വയറ്റത്തടിച്ച് പ്രദേശി ജനാന എന്ന പാട്ടും പാടി ഇരിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോ ഉണ്ട് കൂടെ വന്ന് ഈ അച്ചിലൂക്കി വാണം യവനെ പിരിയേറ്റി വിടും. അങ്ങനെ പോലീസ് അല്ലാത്ത ഇവര് പോലീസിന്റെ പണിയെടുക്കാൻ വേണ്ടി ആളില്ലാത്ത റെയിൽവേ സ്റ്റേഷനിലൂടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് സ്ലോ മോഷനിൽ വരും. അങ്ങനെ ഇവനെ തൂക്കാൻ വേണ്ടി വേഷം മാറി നടക്കുന്ന സമയത്ത് ഇവൻ മറ്റവളെ പിറകെ വായ ഒലിപ്പിച്ച് നടക്കുമായിരുന്നു. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. യവന്മാർ ഇരട്ടകളാണെന്ന് ഇതിന്റെ ഇടയ്ക്ക് ബച്ചൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ ഞായറാഴ്ചകളിൽ മാത്രം പുറത്തിറങ്ങുന്ന ഇരട്ടകളിൽ പരട്ടയായ ഒരുത്ത ഒരിക്കൽ കടയിൽ പോയി, ചേട്ടാ ജ്യൂസ് ഉണ്ടോ? പിന്നെ ജ്യൂസ് ഇല്ലാതെ ജ്യൂസ് ഇട വന്ന് പിന്നെ ജ്യൂസ് ആണോ പൊട്ട? ഒരു പപ്പായ ജ്യൂസ്. ഹെൽത്തി ഹെൽത്തി. മധുര ഇടേ വേണ്ട. എടാ ഹെൽത്തി കുട്ടാ. പിന്നെ കൂടെ 2 മുട്ട പപ്സും. ഇതൊക്കെ അപ്പുറത്തുനിന്ന് മൂക്കിന് താഴെ മുട്ടനാടിന്റെ ഊശാന്താടിയും വെച്ച് യവൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. തിരിക്കൂടി കഴിഞ്ഞപ്പോ തലയിൽ കുതിരപ്പൂടയിൽ തിരുപ്പനുണ്ടാക്കി അമിതാഭ് ബച്ചൻ ഓടി വന്ന് തെക്ക് വടക്ക യവന്റെ കാലിനിടയിൽ വീഴും. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യലായിട്ട്. ഫാൻസി ഡ്രസ്സൊക്കെ കളിച്ച് യവന്റെ ശ്രദ്ധ പിടിച്ച് പറ്റിയ യവൻ പതിയെ യവളുടെ കേസ് എടുത്ത് യവന്മാരുടെ ഇടയിലോട്ട് കുത്തിത്തിരിപ്പുണ്ട്. അവന്റെ നല്ല കാലത്തിന് യവ ഇത് വിശ്വസിക്കുകയും ചെയ്യും. അന്ന് സത്യത്തിൽ യവൻ മറ്റവളുമായിട്ട് ഡേറ്റിങ്ങിന് പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഡേറ്റിന് ശേഷം ഗേറ്റ് അടയ്ക്കാറായ സർക്കസിന്റെ അവിടെ അമിതാഭ് ബച്ചൻ യവനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് പോലീസിന്റെ സ്ഥിരം പരിപാടി ബച്ചൻ സാബ് കാണിക്കും. അസ്സലാമലൈക്കും, ഞമ്മളാണ് ബനം. ഇത് കണ്ട് പേടിച്ചു പോകുമെന്ന് വിചാരിച്ച ബച്ചന് തെറ്റി. ആ വന്നത് അവന്റെ മറ്റേ ബ്രോ ആയിരുന്നു. എന്താണ് ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവൻ ഡേറ്റിന് പോയ സ്ഥലത്ത് യവൻ പുറകെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ യവൻ കൂടപ്പറപ്പിന്റെ പെടലേക്ക് ആന്റിബയോട്ടിക് കുത്തിവെച്ച് അവ ഇട്ടിരുന്ന ടീഷർട്ട് ഇട്ട് മറ്റവനെ വലിപ്പിക്കാൻ പോയതായിരുന്നു. അങ്ങനെ അവസാനത്തെ മോഷണത്തിന് യവന്മാര് സെറ്റ് ആവും. അങ്ങനെ ഒരു ദിവസം രാത്രി ബാങ്കിൽ കയറി അവിടെ ബോംബ് സെറ്റ് ചെയ്യും. എന്നിട്ട് പോലീസ് വരുമ്പോൾ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഓട പൊട്ടിയൊരിക്കുന്ന ഗ്യാസ് മൊത്തം അവിടെ തുറന്നു വെച്ചിട്ട് പോലീസുകാരുടെ യൂണിഫോമിൽ രണ്ടും കൂടി സ്കൂട്ടാം. എന്നിട്ട് ആ ബാങ്ക് VFX ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് ആ 2 കൂടി ബൈക്ക് കയറി 650 പൊളന്നോണ്ടു. ഇതിനിടയ്ക്ക് പോലീസ് വട്ടം വെക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട്. എന്തോന്നടേ ഇത്? മുംബൈയും ഭുവനേശ്വർ പറഞ്ഞാൽ പോലും ഇത്രയും സിംഗ് കിട്ടൂലല്ലേ. ഈ ഒരു ബൈക്കിന് ഇങ്ങനെയൊക്കെ എടുത്ത് അവരാധിക്കാം. ഇതിനിടയ്ക്ക് റോട്ടിൽ കിടന്ന് കത്തുന്ന തീയുടെ ഇടയിൽ കൂടി ബച്ച ഹെൽമെറ്റ് പോലും വെക്കാതെ സ്ലോ മോഷനിലെ ഇടയിൽ കൂടെ ആറ്റിറ്റ്യൂഡ് ഇട്ടോണ്ടൊരു പോക്കു. അല്ല, ഇയാളുടെ മുടി വല്ല ഉരുക്കം കൊണ്ടങ്ങനാണോ ഉണ്ടാക്കിയേക്കണം? സാധാരണ മനുഷ്യന്മാരുടെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ റിയാക്ട് ചെയ്യണ സാധനവും. എന്നിട്ട് 2 കൂടി ഓടണ ജങ്കാറിന്റെ മണ്ടയ്ക്കോട്ട് ബൈക്ക് എടുത്ത് ചാടും. തൊട്ടു പുറകെ മറ്റവന്മാരും ചാടും. ഇനി യവന്മാരെ രക്ഷപ്പെടൂലെന്നും വെച്ച് നിന്നവന്മാരെ വീണ്ടും വലിപ്പിച്ച് യവന്മാര് വീണ്ടും സ്കൂട്ടാം. എടാ, ഒരു ബൈക്കിനെ അപരാധിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേടാ. ഇത് എന്തോന്നിത്? അങ്ങനെ പിറ്റേന്ന് വെളുപ്പിന് ഏതാ ഡാമിന്റെ മണ്ടയ്ക്ക് വെച്ച് യവന്മാരെ പോലീസ് നോക്കും. തിരിഞ്ഞോടാൻ നോക്കുമ്പോൾ യവന്റെ കാമുകിയെ മറ്റവന്മാരെ തൂക്കിയേക്കണം. സോ ഇത് കണ്ട് മറ്റവന് ഗ്യാസ്. ഇത് ട്രാപ്പാണെന്നും പറഞ്ഞ് മറ്റവനെ പിന്തിരിക്കുമ്പോൾ നോക്കുമ്പോൾ യവൻ പറയും മറ്റവള് നിന്ന് കരയണത്. എടാ, ജീവൻ വേണമെങ്കിൽ ഓടി തള്ളടാ. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും ബച്ചൻ പുതിയ ഹെലികോപ്റ്ററിൽ പ്രൈവറ്റ് ബസ്സിലേക്കുള്ള വെളിയിലത്തെ പെമ്പിള്ളാരെ വായി നോക്കണ കണക്ക് പറന്നു. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി യവൻ ചെന്ന് നാളെ സറണ്ടർ ആകാന്ന് പറഞ്ഞിട്ട് പാലത്തിന്റെ മണ്ടയ്ക്ക് ഒറ്റ ചാട്ടം. ഇത് കണ്ട് മറ്റവന് വിഷമമായി അവനും എടുത്ത് ചാടി. എന്നിട്ട് പറയും പണ്ട് ഡാഡി നിന്നെ ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ നിനക്ക് ആദ്യമേ യവൻ വിളിച്ചപ്പോ പൊക്കൂടരുന്നാടാ മണ്ട. അങ്ങനെ നിവർത്തിയില്ലാതെ 2 പേരും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലടിപ്പിച്ച 2 പേരും ലാസ്റ്റ് ഒരുമിച്ച് ഇല്ലാതാകുമ്പോൾ നമ്മളും കുറച്ച് ഇമോഷണൽ ആകും. ധൂം സീരീസ് റിയാക്ട് ചെയ്ത ആളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം. 3ലും കള്ളന്റെ പുറകെ പോയി മൂഞ്ചിപ്പോയ 2 വധൂരികളാണ് യവന്മാര്. 2ലും 3ലും പെണ്ണിനെ വെച്ച് കള്ളനെ പിടിക്കാൻ നോക്കി. പക്ഷെ 2ലും കള്ളന്മാരെ കിട്ടാതെ യവന്മാര് സ്വയം വലിച്ചോണ്ട് നിന്നു. ഒരുത്തൻ ഓസിന് SI ആയപ്പോൾ അവൻ ഗവൺമെന്റിന്റെ ചെലവിൽ യാതൊരു ഗുണവുമില്ലാതെ ലോകം ചുറ്റി നടന്നു. അതിനൊക്കെ നമ്മുടെ ജോണണ്. പെണ്ണില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല. കാരണം പുള്ളിക്ക് പെണ്ണില്ല. ധൂം 1 പോലീസിന് പിടി കൊടുക്കാതെ മാസ് കാണിച്ചപ്പോ 3 പിടി കൊടുത്ത് ഇമോഷണൽ ആക്കി കളഞ്ഞു. എന്നാലും ഇവനെ സമ്മതിക്കണം. നെഞ്ചാങ്കൂട് നോക്കി ചക്കക്കുരു പൊട്ടിക്കണ മാതിരിയാണ് വെടിയുണ്ട തുളഞ്ഞ് കയറിയത്. എന്നിട്ട് ഒരു കുരുവും പറ്റാത്ത പോലെ 6 മാസം കഴിഞ്ഞപ്പോ ഏതാ കടത്തീരത്ത് തട്ടുകടയിട്ട് പുട്ടും കടലയും വിറ്റ് കൂളായിട്ട് ജീവിക്കണം. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്.